അപ്പോൾ ലാസ്റ്റ് വീഡിയോ പോലെ തന്നെ ഈ വീഡിയോ നമ്മുടെ കിച്ചണിലാണ് സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ കിച്ചണിൽ ഈ ഒരു ഏരിയയിലാണ് ഞാൻ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് വെക്കാറ്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് ദ ക്ലീനിങ് ഓഫ് അവർ കിച്ചൺ, റൈറ്റ്? So welcoming you all to yet another interesting video in our channel, Shama's Corner. I'm thanking you all from bottom of my heart for subscribing and liking the videos. അപ്പോൾ സ്റ്റാർട്ട് ആവുന്ന മുമ്പേ അതൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി, ഒരു നന്ദി നിങ്ങളോടൊക്കെ അറിയിക്കണം എന്ന് തോന്നി. ബിക്കോസ് ഈ വീഡിയോസ് ഇങ്ങനെ വീക്ക്ലി ത്രൈസ് ഇടാനുള്ള ഒരു മോട്ടിവേഷൻ നിങ്ങളുടെ കമൻസും നിങ്ങളുടെ ലൈക്കും ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ഇതൊക്കെ കൊണ്ടാണ് ഐ ആം ഫീലിംഗ് ലൈക്ക് ഐ ഷുഡ് ബി പുട്ടിങ് മോർ കണ്ടൻറ്റ് ഔട്ട് ദെയർ. അതുകൊണ്ടാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് വീക്ക്ലി ത്രൈസ് ഞാൻ വീഡിയോ ഇടാൻ നോക്കുന്നത്. അപ്പോൾ റൈറ്റ് നൗ ഇതിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഈ ഏരിയ എൻ്റെ ചെസ്റ്റ് ഓഫ് ഡ്രോസ് ആണ്, സോളിഡ് വുഡ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഞാൻ ആമസോണോ ഫ്ലിപ്കാർട്ടോ ഏതോ ഒന്നിനാണ് കേട്ടോ മേടിച്ചത്. ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി. ആർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഐ വിൽ പ്രൊവൈഡ് ദ ലിങ്ക്, ഐ വിൽ ചെക്ക് ആൻഡ് പ്രൊവൈഡ് ദ ലിങ്ക്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കാറുണ്ട്. മീതെ ഞാൻ അങ്ങനെ എൻ്റെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് വെക്കും. ഓവൻ, എയർ ഫ്രയർ, കോഫി മേക്കർ, മിക്സി. ഇതാണ് ഇതിൻ്റെ മീതെ വെച്ചിരിക്കുന്ന ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഏരിയ നമ്മൾ നന്നായി വൃത്തിയാക്കി എടുത്തു. ഇതൊന്ന് ഇളക്കിയിട്ട് കുറച്ച് ദിവസമായിരുന്നു. അപ്പോൾ ഒന്ന് ഇളക്കി വൃത്തിയാക്കി അവിടെ പിന്നിലൊക്കെ മാറാല തട്ടി നന്നായി വൃത്തിയാക്കി എടുത്തു കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നത് വീക്ക്ലി 10 ഡേയ്സിൽ നമ്മൾ നമ്മുടെ കിച്ചൻ്റെ ഓരോരോ പാട്ടെടുത്ത് ചെയ്യണം, അല്ലെങ്കിൽ അവിടെയൊക്കെ മാറാല കിട്ടും. അതങ്ങനെയാണല്ലോ. ആൻഡ് സെക്കൻഡ് തിങ് ഞാൻ ഇപ്പോൾ ചെയ്യണത് എൻ്റെ ലിവിങ് റൂം ഒന്ന് വീണ്ടും റീസെറ്റ് ചെയ്യാണ്, അൺവൈൻഡ് ചെയ്യാണ്. ഈ ഒരു തോരൻ കണ്ടോ നിങ്ങൾ? ഈ തോരൻ ഞാൻ ആമസോണിൽ മേടിച്ചാണ്. അപ്പോൾ നോർമൽ ഡേയ്സിലൊക്കെ ഞാൻ ഈ തോരനായിട്ട് ഇടാറ്. ഇപ്പോൾ ദിവാലി ആയിരുന്നുകൊണ്ട് ഞാൻ തോരനൊക്കെ ഒന്ന് മാറ്റിയിരുന്നു. ഡോറിൻ്റെ പുറത്ത് നമ്മൾ ഇടുന്ന സാധനത്തിനാണ് കേട്ടോ തോരൻ എന്ന് പറയണത്. അത് ഞാൻ മാറ്റിയിരുന്നു. ദിവാലി വൈബ്സ് കൊണ്ടുവരാൻ വേണ്ടി കുറച്ചിങ്ങനെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ തോരനാണ് കേട്ടോ ഇട്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ദിവാലിയൊക്കെ കഴിഞ്ഞു, 5 ദിവസത്തെ ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പഴയ രീതിയിലേക്ക് വരാം, കുറച്ച് സട്ടിൽ ഡൗൺ ആവാമെന്ന് വിചാരിച്ചിട്ട് ആ തോരനൊക്കെ ഒന്ന് മാറ്റുകയാണ് കേട്ടോ. എന്നിട്ട് ആ ഏരിയ അവിടെയുള്ള പുറത്തത്തെ ഏരിയയും ഡോറും എല്ലാം ആദ്യം ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് എൻ്റെ പുറത്ത് വെച്ചിരിക്കുന്ന ഷൂ റാക്കാണ്. ഇതും വുഡാണ്, ബട്ട് ഇറ്റ്സ് നോട്ട് എ ഗുഡ് ക്വാളിറ്റി വുഡ്. ഒരു 1000 രൂപയുടെ സാധനമാണിത്. പക്ഷേ ഇതിലിങ്ങനെ പൊടി പോലെ വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഐ വോണ്ട് റെക്കമെൻഡ് ദിസ് വൺ, ബട്ട് ഇറ്റ് ലുക്സ് ഗുഡ്. എസ്തെറ്റിക് വൈസ് നല്ലതാണ്. അല്ലാതെ നമുക്ക് ബുക്സോ ഡ്രസ്സസോ അതൊന്നും വെക്കാൻ പറ്റില്ല, കാരണം ആ പൊടി വരണോണ്ട് ഇറ്റ്സ് റിസ്കി. അപ്പോൾ ഞാൻ ഇതിൽ ഷൂസാണ് കേട്ടോ വെക്കാറ്. ഷൂസോ ചപ്പലോ അതാണ് വെക്കാറ്, പുറത്താണ് വെക്കാറ്. അപ്പോൾ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് പൊടി വരും ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു ഷൂറാക്കിൻ്റെ കവറായിരുന്നു പണ്ട് എൻ്റെ അടുത്തുണ്ടായിരുന്നു, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷൂറാക്ക്. അതിൻ്റെ കവറാണ് ആ കാണുന്നത്, മജന്ത കളറിൽ പോലത്തെ. അപ്പോൾ അത് ഞാൻ ഇതിന് മീതെ ഇട്ട് വെച്ചിരിക്കുകയാണ്, കാരണം പൊടി ഒന്ന് കുറച്ച് കൺട്രോളിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ ഷൂറാക്ക് ഒന്ന് ആദ്യം എന്തായാലും ഈ ഏരിയ ഒന്ന് റീസെറ്റ് ചെയ്യാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഷൂറാക്കൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന്. ഇവിടെ പുറത്ത് നമ്മളങ്ങനെ അടിച്ചുവാരി എടുക്കാറില്ല, കാരണം ഇവിടെ അടിച്ചുവാര ഒരു ചേച്ചി വരാറുണ്ട്, കോറിഡോഴ്സൊക്കെ. അപ്പോൾ അവർ തന്നെയാണ് അടിച്ചുവാരി എടുക്കാറ്. അവരിങ്ങനെ ഷൂരാക്കൊക്കെ മാറ്റി വൃത്തിയിൽ തന്നെ അടിച്ചുവാരി എടുക്കാറ്. ഇന്ന് ഞാൻ ഇപ്പോൾ ഇതിവിടെ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇവിടെ അടിച്ചുവാരി എടുത്തു എന്ന് മാത്രം. അല്ലെങ്കിൽ ചില സമയത്തേക്ക് മൂഡ് വരും, ലൈക്ക് ഇപ്പോൾ എന്തെങ്കിലും ഫെസ്റ്റിവലാണ്, നമ്മൾ ഓണമൊക്കെ ആകുമ്പോൾ ഇവിടെ പുറത്ത് പൂക്കളൊക്കെ ഇടുമ്പോൾ ഒരു മൂഡ് വരും. അപ്പോൾ ഞാൻ പുറത്തൊക്കെ അടിച്ചുവാരി എടുക്കും. അല്ലെങ്കിൽ ഡെയിലി ഒന്നും ഞാൻ അടിച്ചു വരാറില്ല, ചേച്ചീനെ അടിച്ചു വരാറ് കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും ഇവിടെ എല്ലാം റീസെറ്റ് ചെയ്യണം, പിന്നെ നല്ല മൂഡിലാണ്, ക്ലീൻ ചെയ്യാം എന്ന രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വിചാരിച്ചു എന്നാൽ പുറത്തും കൂടി ഒന്ന് വൃത്തിയായിട്ട് അടിച്ചു വാരി ക്ലീൻ ചെയ്യാമെന്ന്. അപ്പോൾ ഇതിൽ നന്നായി മാറാലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടി തട്ടി നന്നായി ഒന്ന് വൃത്തിയാക്കി കേട്ടോ. ഇതിന് മീതൊരു പ്ലാന്റും പിന്നെ സാമ്പ്രാണി കത്തിച്ച് വയ്ക്കാനുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ആക്ച്വലി അത് പാത്രമല്ല, അതൊരു മണ്ണിൻ്റെ ഒരു റാന്തൽ പോലത്തെ ഒരു സാധനമായിരുന്നു. അത് കുട്ടികൾ പൊട്ടിച്ചുകൊണ്ട് അവസാനം അടിഭാഗം മാത്രമേ അതിൻ്റെ ഉള്ളൂ. അപ്പോൾ ഞാൻ വെച്ചു അത് പുറത്തിരുന്നോട്ടെ, അവിടെ കത്തിച്ച് വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഡോറൊക്കെ ഒന്ന് വൃത്തിയാക്കി തോരൻ മാറ്റി അവിടെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുത്ത് വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഏരിയ നമ്മുടെ കംപ്ലീറ്റ് ആവും. പിന്നെ എനിക്കിന്ന് ലിവിങ് റൂമും വൃത്തിയാക്കാണ്ട്, കാരണം ലിവിങ് റൂമിൽ ഫുൾ ദിവാലി വൈബ്സാണ്. അപ്പോൾ അതൊക്കെ മാറ്റി ഒന്ന് നോർമൽ സെറ്റിൽ ഡൗൺ ആക്കാണ്ട് എല്ലാം കേർട്ടൻസും ഒക്കെ മാറ്റണം. അപ്പോൾ അതിന് മുമ്പ് ആദ്യം ഞാൻ ബെഡ്റൂമിലേക്ക് വന്നതാണ്, കാരണം എല്ലാ റൂമും വലിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ
വീടിൻ്റെ പുറത്ത് മാത്രമേ ഇപ്പോൾ വൃത്തിയുള്ളൂ, വീടിൻ്റെ ഉള്ളിൽ എല്ലാ റൂമും വലിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ബെഡ്റൂം ഒന്ന് വൃത്തിയാക്കാം. അപ്പോൾ എന്താ വെച്ചാൽ വീട്ടിലിരിക്കുന്നവർക്ക് ഇരിക്കാൻ കുറച്ച് സ്ഥലം കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ റൂമിലും ഞാൻ ഇപ്പോൾ ഈ ക്യാമറയും പിടിച്ച് നടന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അൺകംഫർട്ടബിൾ ആവും. അപ്പോൾ ഈ റൂമിൽ അവരവരെ പണി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ലിവിങ് റൂമിലേക്ക് പോകാമല്ലോ. എൻ്റെ വീട്ടിൽ ആരും ക്യാമറ മുന്നിൽ കംഫർട്ടബിൾ അല്ല. സേയിങ് ഇറ്റ് വിത്ത് മൈ മോം, ഹസ്ബൻഡ്, മകൾ, ആരും കംഫർട്ടബിൾ അല്ല. അതുകൊണ്ട് ഞാൻ ആരും എടുക്കാറില്ല ക്യാമറയിൽ. ഇറ്റ്സ് ലൈക്ക് ദിസ് ചാനൽ ഇസ് മോർ അബൌട്ട് മീ, ഞാൻ ചെയ്യുന്ന പണികൾ, ഞാൻ ചെയ്യുന്ന വർക്ക്. സോ അതുകൊണ്ട് ഇന്നെ മാത്രമേ ഞാൻ അതിലെടുക്കാറുള്ളൂ. പിന്നെ അബദ്ധവശാൽ അവരൊരു ഗ്ലിംസ്, ഒരു ഷോർട്ട് പാസിങ് ആയിട്ട് വരുന്നതല്ലാതെ അവരെ ആസ് സച്ച് ഞാൻ ക്യാമറയിൽ എടുക്കാറില്ല. ടിൽ ദ മൂമെൻറ്റ് ഐ വോണ്ട് ടേക്ക് ദം ടിൽ ദേ ആർ കംഫർട്ടബിൾ. ഇപ്പം എന്തായാലും അവർ കംഫർട്ടബിൾ അല്ല. അപ്പോൾ അങ്ങനെ അതാണ് എൻ്റെ ഷോർട്ട് സ്റ്റോറി, ബാക്ക് സ്റ്റോറി. അപ്പോൾ ഞാൻ ബെഡ്റൂം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ബെഡ്റൂമിലൊന്നും മാറ്റാനൊന്നുമില്ല, നമ്മളിപ്പോഴാണ് റീസെൻ്റ്ലി ബെഡ്റൂം മാറ്റിയത്. ആൻഡ് ബെഡ്റൂം ഇസ് സെറ്റിൽ ഡൗൺ. അപ്പോൾ അതുകൊണ്ട് ബെഡ്റൂമിൽ വലിയ ചേഞ്ചസ് ഒന്നും വരുത്താനില്ല. കാരണം ഓൾറെഡി ദിവാലി ആയിട്ട് ഞാൻ ബെഡ്റൂമിൽ കുറച്ചൊന്ന് പീസ്ഫുൾ ആയിട്ടുള്ള കളർ എടുത്തിരുന്നത്. കാരണം എനിക്കറിയാമായിരുന്നു ലിവിങ് റൂം, ഡൈനിങ് റൂം ഒക്കെ ഭയങ്കര ജഗ്മക്കാണെന്ന്. അപ്പോൾ ബെഡ്റൂം കുറച്ച് പീസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കളർ തീം എടുത്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബെഡ്റൂമിൽ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ചിങ് മാത്രമേ ഉള്ളൂ. നന്നായി ഒന്ന് വൃത്തിയാക്കി എല്ലാം ഒതുക്കി വെച്ച് ഒന്ന് നന്നായി സെറ്റാക്കി കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് അടിച്ചുവാരി എടുക്കണം. ഈ ബെഡിൻ്റെ അടിയിൽ ഇങ്ങനെ 2 ഡ്രോസ് ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് ഞാൻ എൻ്റെ ബെഡ്ഷീറ്റ്സ്, കുഷൻ കവേഴ്സ്, പില്ലോ കവേഴ്സ്, കർട്ടൻസ് ഒക്കെ വെക്കാറ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ലിവിങ് റൂം സെറ്റാക്കാൻ വേണ്ടി വേണ്ട കർട്ടൻസും കുഷൻ കവേഴ്സും ഒക്കെ പുറത്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ മിക്സ് മാച്ച് ചെയ്തിട്ടാണ് പൊതുവേ ഒരു ഡെക്കോർ ഒരു സ്ഥലത്ത് ചെയ്യാറ്. അപ്പോൾ അതൊക്കെ എടുത്ത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടുമല്ലോ എന്തൊക്കെ ചെയ്യണമെന്ന്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബെഡ്റൂം അടിച്ചു വാരി എടുക്കുകയാണ്. ബെഡ്റൂം അത്യാവശ്യം ഡീപ്പ് ക്ലീനിങ് വേണം. കാരണം വെച്ചാൽ പൊടി കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വേറെ പല കാര്യങ്ങളിലും ബിസി ആയതുകൊണ്ട് പൊടി തട്ടൽ വലുതായിട്ട് നടന്നിട്ടില്ല. അപ്പോൾ നന്നായി ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് പൊടി തട്ടണം. എനിക്ക് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഒക്കെ ഇല്ലേ, അതൊക്കെ നന്നായിട്ട് പൊടി തട്ടണം. അപ്പോൾ ആദ്യം അടിച്ചു വാരി എടുക്കാം കേട്ടോ. അപ്പോൾ ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്ത് ഞങ്ങളൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞാൻ എന്താ തപ്പണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഈ ഇലയുടെ കൊമ്പ് എവിടെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കങ്ങനെ ഉണ്ടാവാറുണ്ട്. മുന്നിൽ കണ്ടാൽ പോലും ചിലപ്പോൾ ഞാൻ പാസ് ത്രൂ ചെയ്യുന്ന പോലെ എനിക്ക് കാണില്ല അത്. അപ്പോൾ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു എവിടെയാണെന്ന്. വയസ്സായെന്നാണ് തോന്നുന്നത്. എന്തായാലും അത് കണ്ടുപിടിച്ചു, ഇല ഫിറ്റാക്കി. എന്നിട്ട് നന്നായി ഒന്ന് തുടച്ചെടുക്കുകയാണ്. കുറച്ച് പൊടിയായിണ്ടായിരുന്നു അതുകൊണ്ട്, കാരണം ജനലിൻ്റെ അടുത്താണല്ലോ അതുകൊണ്ട്. ആൻഡ് സ്റ്റഡി ടേബിൾ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ ഡസ്റ്റിങ് ചെയ്തെടുക്കുകയാണ് ആക്ച്വലി. അത്രയേ ഉള്ളൂ. ഡസ്റ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ 2-3 ഡേയ്സ് ആയിട്ട്. ദിവാലിയുടെ ഒരു ഫംഗ്ഷൻ്റെ ബഹളത്തിൽ അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് നോർമൽ അടിച്ചു വാരി എടുക്കൽ മാത്രമേ നടന്നിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ബെഡ്റൂം ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞ് ഞാൻ ഈ റൂമിന് പുറത്ത് കിടക്കുകയാണ്. എന്നിട്ട് ഞാൻ ലിവിങ് റൂമിലേക്ക് വരികയാണ് കേട്ടോ. ലിവിങ് റൂമിൽ ഞാൻ ഓരോ പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ലൈക്ക് ഇപ്പോൾ ഞാൻ ഷൂറാക്ക് TV യൂണിറ്റാണ് ഇതിൻ്റെ. അപ്പോൾ അവിടെ സോർട്ട് ചെയ്യണം. അപ്പോൾ ദിവാലി ആയിട്ട് ഞാൻ ഈ റണ്ണറൊക്കെയാണ് അതിൽ വിരിച്ചിരുന്നത്, ദിവാലി വൈബ്സിന് വേണ്ടിയിട്ട്. ഇപ്പോൾ അതൊക്കെ മാറ്റി അതൊക്കെ ഒന്ന് നന്നായി എല്ലാം ഒന്നിച്ച് അക്യുമുലേറ്റ് ചെയ്തിട്ട് തിരുമ്പാടും. എന്നിട്ട് ഉണക്കിയിട്ട് അത് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കും ഒരു സ്റ്റോറേജ് ബോക്സിൽ. അടുത്ത ദിവാലിക്കാണ് അത് എടുക്കുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ ഒരു പുതുമ ഉണ്ടാവും. പിന്നെ രസം അത് ദിവാലിക്ക് എല്ലാ സമയത്തും നമുക്ക് പുതിയ സാധനം മേടിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഉള്ള സാധനങ്ങൾ നോക്കി ഇല്ലാത്ത സാധനം മേടിച്ചാൽ മതിയല്ലോ. പിന്നെ ഇതിൽ പാതി സാധനങ്ങൾ എൻ്റെ അമ്മ തുന്നിയത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ റണ്ണറുണ്ടല്ലോ അത് അമ്മ തുന്നിയതാണ്. ഇതെൻ്റെ ഷോളാണ് കേട്ടോ. ചുന്നീനെ ഞാൻ ഇപ്പോൾ റണ്ണറായിട്ട് വെച്ചിരിക്കുകയാണ്. കാരണം എനിക്ക് എക്വാ ബ്ലൂ തീമാണ് ലിവിങ് റൂമിൽ ഞാൻ വെക്കണേ. അതിൽ എനിക്ക് ഒരു റണ്ണറേ എൻ്റെ അടുത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മീതെ വെക്കാനുള്ള റണ്ണറില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്താൽ ഒരു ദുപ്പട്ട എടുത്തിട്ട് അതിനെ റണ്ണറാക്കിയത്. ഞാൻ ദുപ്പട്ട അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇതിനങ്ങനെ വെച്ചിരിക്കുകയാണ്. പക്ഷെ നന്നായിട്ടുണ്ട് കേട്ടോ കാണാൻ, എനിക്കിഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് അത് സെറ്റാക്കി. അപ്പം ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇപ്രാവശ്യം ദിവാലിക്ക് ഞാൻ ഇട്ടുണ്ടായിരുന്ന കുഷൻ കവേഴ്സ് ആണെങ്കിലും ടേബിൾ റണ്ണേഴ്സ് ആണെങ്കിലും അത് മിക്കതും അമ്മ തുന്നിയതാണ്. 1-2 മാത്രമാണ് പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ എന്താ ചെയ്യാറ് വെച്ചാൽ പൊതുവേ ഇതൊക്കെ നന്നായി കഴുകി പെറ്റാണെങ്കിൽ അയൺ ചെയ്ത് വെക്കും, അല്ലെങ്കിൽ എടുക്കുമ്പോൾ അയൺ ചെയ്യും. ഇപ്രാവശ്യം അയണിങ്ങൊന്നും നടന്നിട്ടില്ല, കാരണം ആക്സിഡൻറ്റ് ഉണ്ടായല്ലോ കുറച്ച് ചെറുതായിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ എടുത്ത് ഓർഗനൈസ് ചെയ്ത് വെക്കലുണ്ടായിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തിരുമ്പി വെച്ച് കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ ഞാൻ അയൺ ചെയ്ത് വെക്കാറ്, അയൺ ചെയ്തിട്ടാണ് ഇടാറ്.
അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവാലിക്കും ഓരോ പുതിയതായി തോന്നും. പിന്നെ ഇല്ലാത്ത സാധനം മേടിച്ചാൽ മതിയല്ലോ. അതാണ് ഇതിൻ്റെ പിന്നിലുള്ളൊരു ലോജിക്ക്. അങ്ങനെ ഈ സൈഡിൻ്റെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഓർഗനൈസ് ചെയ്ത പോലെ എല്ലാ അവസാനം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഏരിയ നമ്മുടെ സെറ്റായി കഴിഞ്ഞു. എന്നിട്ട് ഞാൻ കടന്നത് ഇതിലേക്കാണ്. എനിക്ക് ഇവിടുത്തെ കേർട്ടൻസൊക്കെ മാറ്റി ഇവിടെയൊക്കെ വൃത്തിയാക്കാണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ ഇതുവരെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. കാരണം ഈ വീഡിയോ അല്ലെങ്കിൽ ഭയങ്കര ലെങ്തി ആവും. ഇതിൻ്റെ റിമൈനിങ് പാർട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മൺഡേ ആവും അടുത്ത വീഡിയോ ഞാൻ വരിക. അപ്പോൾ ഇതുവരെ ചാനലിനെ കണ്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.